ആശാമ്പള്ളിക്കൂടത്തിൽ ഓലയായിരുന്നെങ്കിൽ ഒന്നാം ക്ലാസ്സിൽ ചെന്നപ്പോൾ സ്ലേറ്റ് പെൻസിലുമായിരുന്നു. ഞാൻ ഓർമ്മിക്കുക, എനിക്കൊരു സ്ലേറ്റ് മേടിച്ചു തന്നു, പെൻസിലും മേടിച്ചു തന്നു. പക്ഷെ ഞാൻ സ്കൂളിൽ പോയി, ഒന്നാം ക്ലാസ്സിൽ സ്കൂളിൽ പോയി തിരിച്ചു വന്നപ്പോഴേക്കും സ്ലേറ്റ് പെൻസിൽ പോയി. വീട്ടിൽ അപ്പം വന്നു കഴിഞ്ഞപ്പോൾ അപ്പൻ എന്നെ കുറച്ച് വഴക്ക് പറഞ്ഞു. ഇങ്ങനെ എല്ലാം നശിപ്പിച്ച് ഒന്നാം ദിവസം തന്നെ എല്ലാം നശിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് മോനെ വളരണേന്ന് ചോദിച്ചു. എനിക്ക് ആകെ വിഷമമായി. കുറച്ച് നേരം ഇരുന്ന് കരഞ്ഞു. അവസാനം ഞാനൊരു സൂത്രപ്പണി എടുത്തു. ഒരു ചെറിയ ടിന്നിൻ്റെ അകത്ത് 1, 2 എനിക്ക് ആ കൂടെ എണ്ണാനും എഴുതാനും കഷ്ടി അറിയാമുള്ളൂ. ആശാമ്പള്ളിക്കൂടത്തിൽ വെച്ച് പഠിച്ചതാണ്. ചെറിയൊരു നറുക്ക് പോലെ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് 1, 2, 3 എന്ന് പിന്നെ റൂൾ പെൻസിലിന് എഴുതിയിട്ട് 5 എണ്ണം ഇതിൻ്റെ അകത്ത് ഇട്ടു, ചുരുട്ടി ഇതിൻ്റെ അകത്ത് ഇട്ടു. എന്നിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു, ഇതിൻ്റെ അകത്ത് 1-ാം നമ്പർ കിട്ടുന്നവന് 2 സ്ലേറ്റ് പെൻസിൽ കിട്ടും എന്ന് വെച്ചാൽ ലക്കടി വെക്കണ പരിപാടിയായി. പിള്ളേർക്ക് രസമാണല്ലോ ഇത് മേടിക്കാനായിട്ട്. അവരോരോരുത്തർ സ്ലേറ്റ് പെൻസിൽ കൊണ്ടു തന്നേച്ചും നറുക്കിടുമ്പോൾ 5 എണ്ണം എഴുതിയിട്ടാണ്. 5-ലല്ലേ ഈ പറഞ്ഞ 1-ാം നമ്പർ കിട്ടണത്. അത് കെട്ടൽ കുറവായിരിക്കും. അങ്ങനെ എനിക്ക് ഇഷ്ടംപോലെ സ്ലേറ്റ് പെൻസിൽ കിട്ടി. പിന്നെ അപ്പനോട് സ്ലേറ്റ് പെൻസിൽ മേടിക്കേണ്ടി വന്നില്ല. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കൊച്ചു ബുദ്ധിയും പിന്നെ മിച്ചം വയ്ക്കുന്ന ശീലവും അല്ലെങ്കിൽ സമ്പാദിക്കുന്ന ശീലവും ഒക്കെ എൻ്റെ ജീവിതത്തിൽ വളരെയേറെ സഹായമായിരുന്നു. അന്ന് ഈ തട്ടിപ്പ് പരിപാടിയാണെങ്കിൽ തന്നെയും ആ കൊച്ചു ബുദ്ധിയെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. മറ്റുള്ളവരെ തട്ടിക്കുന്നതും ഇതുപോലുള്ള ലക്കടി എടുക്കുന്നതും നല്ലതല്ല. ഞാനത് എൻകറേജ് ചെയ്യാറുമില്ല. ദൈവം എനിക്ക് അന്നുണ്ടായ കൊച്ചനുഭവത്തെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. മിച്ചം വയ്ക്കുന്ന ശീലവും അതുപോലെ തന്നെ നശിപ്പിച്ച് കളയാതിരിക്കാനുള്ള താല്പര്യവും ഒക്കെ കർത്താവേ അങ്ങ് എനിക്ക് തന്നതിന് ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവും ശിയായിക്കും സ്തുതിയായിരിക്കും.